Verso
എന്റെ പിതാവിനാൽ എനിക്കായി നൽകപ്പെട്ടിട്ടുള്ള എന്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ആചരിക്കുവാനല്ലാതെ എന്റെ ഇഷ്ടം നടത്തുവാനല്ല. തന്നാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരുത്തനെ നശിപ്പിക്കാതെ അവസാന ദിവസം ഞാൻ ഏർപ്പിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്തെന്നാൽ പുത്രനെ കണ്ടവനെ വിശ്വസിക്കുന്നവരും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതും അവസാന നാളിൽ ഞാൻ അവനെ ഏർപ്പിക്കണമെന്നുള്ളതും എന്റെ പിതാവിന്റെ ആഗ്രഹമാകുന്നു. അനന്തരം ഞാൻ സ്വർഗത്തിൽ നിറങ്ങുന്ന പാവം പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർ യേശുവിൽ നീരസപ്പെടുകയും എന്റെ പിതാവിനെയും മാതാവിനെയും പറയുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമെന്ന് അവൻ പറയുന്നത് പറയുകയും ചെയ്തു. യേശുദ്രാനോട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ അന്യോന്യം മന്ത്രിക്കേണ്ട. എന്നെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവരും എന്റെ അടുത്ത് വരുവാൻ കഴിയുന്നില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഏൽപ്പിക്കുകയും ചെയ്യും. എന്തെന്നാൽ എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണെന്ന് ദീർഘദർശനം എഴുതപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് പിതാവിനെ വിട്ടുപിടിക്കുന്നവൻ എന്റെ അടുക്കൽ വരും. ആരെങ്കിലും പിതാവിനെ കാണുന്നത് ഉണ്ടായിട്ടില്ല. പിന്നെയോ ദൈവത്തിൽ നാളുകളുള്ളവരാകുന്നു പിതാവിനെ കാണുന്നത്. ഒന്നുമില്ലാതെന്ന് ഞങ്ങളെ സൃഷ്ടിച്ചതാക്കി തീർത്താവുന്നതിനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തിൽ നിന്ന് തന്റെ വിലയേറിയ രക്തമൂലം ഞങ്ങളെ ഉദ്ധരിച്ച് പുത്ര സ്വീകാരത്തിന് ഞങ്ങളെ നിയോഗിച്ച പ്രധാനാചാര്യനുമായ കർത്താവിന് ദൈവികമായി സ്തോത്രം അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല സമയങ്ങളിൽ ഞങ്ങളുടെ ആവിഷ്കാരവും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സ്നേഹപൂർവമായ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാഭാഗങ്ങളെയും വിശ്വാസികളായ സകലങ്ങളെയും പാപങ്ങളെയും മായ്ച്ചിടണമേ. ഉത്തമനേതോ ഞങ്ങളെ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ അരുളയാളങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവ് എന്റെ മഹാരുണ്യാർത്ഥം ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും മഹത്തുള്ള വിശുദ്ധ സഭയുടെ പ്രതികളായ സകല മരിച്ചവരുടെ ആത്മാക്കളെയും ഓർത്തുള്ള
അവരുടെ ആത്മാക്കൾക്കും ദേഹങ്ങൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാത പരിവഞ്ഞടക്കണമേ. കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ വിശ്വരാജാവേ, ഞങ്ങൾക്കും അവർക്കും വിമോചനമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവിരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കാൻ ഉന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സനാടന ശിക്ഷയുടെ അപൂർവം ഞങ്ങൾ നാദിക്കുമായി ചെയ്യണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങൾ വരണാപൂർവം നടത്തി മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളത് അനുയോജ്യം നിന്റെ ദൈവത്വത്തിന് പ്രീതികരമായ ക്രിസ്തീയാന്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നയിക്കുന്ന സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ൂട്ടത്തിനു വേണ്ടി നിലയായി തീർന്നോർത്തവേണ്ട വേദനക്കാ സ്തുതി. ഭൂമിയിലെ നിത്യമൊഴിയായ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ ധ്യാനമാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് നിലനിർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോവന്മാരുടെയും നിനക്ക് കാമീസ് പാടുന്നവരായ ശ്രോഭന്മാരുടെയും ഗണത്തിൽ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ പ്രിയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിനുണ്ടാകുന്നുണ്ട്. നിന്റെ ജനത്തിന് പാപരിഹാരം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഭോജനം നിർണയിക്കുന്നു. കർത്താവേ, ആവശ്യക്കാരുടെ നിന്റെ സമൃദ്ധമായ ശ്രീകൊണ്ടാണ് തുറന്ന് നിന്റെ ഇടാകിലാട്ടം നിന്റെ അനുഗ്രഹങ്ങൾ ചെയ്യണമേ. കടക്കാരുടെ ചീടിനെ കീറിക്കളയണമേ. പാപിയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ സ്മരണയിൽ നിന്ന് വായിച്ചിടണമേ. നഷ്ടപ്പെട്ടു പോയ മുഖാന്തരത്തിരിക്കാൻ സഹായിക്കണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലെത്തിരിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉപാനെ പ്രീതിപ്പെട്ടറിയുമെന്ന് ഇതിനെ ശുദ്ധീകരിക്കാൻ രീതികളെന്നാൽ ഞങ്ങൾ നിർമ്മലാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിന് ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Namaste.